ബീഹാറിൽ നിതീഷ് കുമാറിന്റെ വിജയത്തേരോട്ടം. ഭരണത്തുടർച്ച ഉറപ്പിച്ച എൻ.ഡി.എ. ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. എൻ.ഡി.എ മുന്നിൽ 2 ഭൂരിപക്ഷം ഉറപ്പിച്ചത് 35ഓളം സീറ്റ് വർദ്ധിപ്പിച്ച് ജെ.ഡി.യുവിന്റെ കരുത്തിൽ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയെന്ന് ബി.ജെ.പി. ബീഹാറിൽ മഹാദുരന്തമായി മഹാസഖ്യം. 60ലേറെ സീറ്റ് കുറഞ്ഞ് നിറംകെട്ട പ്രകടനം. ആർ.ജെ.ഡിക്ക് 40ഓളം സീറ്റിന്റെ ഇടിവ്. കൂപ്പുകുത്തി കോൺഗ്രസ്. CPM-നും കോൺഗ്രസിനും ഒരേ സീറ്റ് നില. CPM 1 സീറ്റിൽ മുന്നിൽ. ബീഹാറിന്റെ ഒരു മേഖലയിലും മേൽക്കൈ കിട്ടാതെ മഹാസഖ്യം. യാദവ മേഖലകളിലടക്കം കടന്നുകയറി എൻ.ഡി.എ. കുതിച്ചുകയറി ചിരാഗ് പാസ്വാൻ. കന്നി അംഗത്തിൽ സീറ്റ് നേട്ടമില്ലാതെ പ്രശാന്ത് കിഷോർ. മഹാസഖ്യം തകർന്നത് ജൻസുരാജ് പാർട്ടിയും മജ്ലിസ് പാർട്ടിയും വോട്ട് ചോർത്തിയതോടെ. സൗഹൃദ മത്സരം നടന്ന സീറ്റുകളിൽ തകർന്നടിഞ്ഞ് മഹാസഖ്യം. ബീഹാർ പിടിച്ചടക്കിയത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ. നിതീഷിനെ പുകഴ്ത്തി നേതാക്കൾ. SIR-നെ പഠിച്ച് കോൺഗ്രസ്. ലക്ഷക്കണക്കിന് വോട്ട് വെട്ടിയത് തിരിച്ചടിയായെന്ന് മാണിക്യം ടാഗോർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏൽപ്പിച്ച് ജോലി ചെയ്തെന്ന പവൻ ഖേരയുടെ പരിഹാസം. നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് 10ാം തവണ. വിജയ ഫോർമുലയായത് നിതീഷ് ഫാക്ടറും സ്ത്രീക്ഷേമ പദ്ധതികളും സോഷ്യൽ എഞ്ചിനീയറിംഗും. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രചരണം ഏശിയില്ല. കോൺഗ്രസിന്റെ ദുർബല സംഘടനയും വിനയായി. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഉമർ നബിയുടെ വീട് തകർത്ത് സുരക്ഷാസേന. പുൽവാമയിലെ വീട് നിലംപരിശാക്കിയത് IED ഉപയോഗിച്ച്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുടെ ഭാഗമാണ് ഉമർ എന്ന NIA. നെഹ്റു കുടുംബത്തെ വിമർശിച്ച ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകണമെന്ന് MM ഹസൻ. തരൂർ MP ആയത് നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിൽ. സമൂഹത്തിനു വേണ്ടി വിയർപ്പ് പൊഴിക്കാത്ത ആളാണ് തരൂരെന്നും അതിരൂക്ഷ വിമർശനം. കോൺഗ്രസ് സമീപ വർഷങ്ങളിൽ കൂടുതൽ ഇടതു സ്വഭാവമുള്ള പാർട്ടിയായി മാറിയെന്ന് ശശി തരൂർ. ഇത് സംഭവിച്ചത് ബി.ജെ.പിയുടെ വിഭജന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിനിടെ. ഈ പരിണാമം പ്രായോഗിക തലത്തിലല്ല, പ്രത്യയശാസ്ത്ര തലത്തിൽ. 1990കളുടെ തുടക്കത്തിൽ കോൺഗ്രസിന് മധ്യനിലപാടായിരുന്നെന്നും ശശി തരൂർ. തദ്ദേശാംഗത്തിന് ദിവസങ്ങൾ എണ്ണിയിരിക്കെ അയവില്ലാത്ത സീറ്റ് തർക്കങ്ങൾ. മലപ്പുറം വേങ്ങരയിൽ തമ്മിലടിച്ചു നേതാക്കൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. സ്വീകരിക്കുക 21-ാം തീയതി വരെ. സൂക്ഷ്മ പരിശോധന 22-ന്. കോൺഗ്രസുമായി വേദി പങ്കിടുന്നതിനെ ന്യായീകരിച്ച് CPIM നേതാവ് G. സുധാകരൻ. വേദി പങ്കിട്ടാൽ കോൺഗ്രസുകാരനാകില്ല. പരിപാടികളിൽ പങ്കെടുക്കുന്നത് വ്യക്തിപരം. BJP പരിപാടികളിൽ ഒരിക്കലും പങ്കെടുക്കില്ല എന്നും സുധാകരൻ. കോളിളക്കം സൃഷ്ടിച്ച കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പ്രതി പത്മരാജൻ കുറ്റക്കാരൻ. തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടെ ശിക്ഷാവിധി നാളെ. BJP നേതാവും അധ്യാപകനുമായ പ്രതി 10 വയസ്സുകാരി ലൈംഗികമായി പീഡിപ്പിച്ചത് 2020. കേസ് അന്വേഷണം DYSP രത്നകുമാർ അട്ടിമറിച്ചെന്ന് പ്രതിഭാഗം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിച്ച കൊല്ലം സ്വദേശിയെ നിലത്ത് കിടത്തി ചികിത്സിച്ചതിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി. മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത് ഉൾക്കൊള്ളാവുന്നതിലും അധികം രോഗികൾ. സ്വകാര്യ ആശുപത്രികളിൽ നിന്നും രോഗികളെ എത്തിക്കുന്നു. ഒരു രോഗിയെപ്പോലും തിരിച്ചയക്കാറില്ലെന്നും വീണ ജോർജ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ചതായി സൂചന. ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റിന് സാധ്യത. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റിനുള്ള നടപടികൾ തുടങ്ങി SIT.
ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിലെ ഒന്നാം തേരുത്സവത്തിന് തുടക്കം. മഹാമാമാങ്കത്തിന് സാക്ഷിയാകാൻ കൽപ്പാത്തി തെരുവിൽ ആയിരങ്ങൾ. ദേവരഥ സംഗമം 16-ന് വൈകിട്ട്. രഥസംഗമം കണ്ടുതൊഴാൻ 33 കോടി ദേവകളും എത്തുമെന്ന ഐതിഹ്യം. പനോരമ ഡോക്യുമെന്ററി വിവാദത്തിൽ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ മുട്ടുമടക്കി BBC. ഡോക്യുമെന്ററി ഇനി സംപ്രേഷണം ചെയ്യില്ല. ട്രംപിനോട് മാപ്പ് പറഞ്ഞ ചാനൽ അധികൃതർ. അമേരിക്ക ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകേണ്ടെന്നും തീരുമാനം. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകളിൽ പുരോഗതിയെന്ന് അമേരിക്ക. ഈ വർഷം തന്നെ ചർച്ചകൾ ഫലം കാണുമെന്നും US. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചാൽ താരിഫ് വെട്ടിക്കുറയ്ക്കാമെന്ന നിലപാടിൽ ഉറച്ച ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കും അഫ്ഗാനുമെതിരെ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി പാകിസ്ഥാൻ. യുദ്ധത്തിന് പൂർണ്ണ സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ദൈവം പാകിസ്ഥാനൊപ്പമെന്നും ഖ്വാജ. പരാമർശം 12 പേരുടെ ജീവനെടുത്ത ഇസ്ലാമാബാദ് ചാവേർ സ്ഫോടനത്തിന് പിന്നാലെ. കരസേനയ്ക്കായി അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചതായി റിപ്പോർട്ട്. ചരക്ക് വിമാനം യാത്ര തിരിച്ചത് അരിസോണയിലെ വിമാനത്താവളത്തിൽ നിന്ന്. തുർക്കി വ്യോമപാത അനുവദിക്കാത്തതോടെ വിമാനം മടങ്ങി. ഭൂചലനങ്ങൾക്കും ചുഴലിക്കാറ്റിനും പിന്നാലെ ഫിലിപ്പീൻസിൽ താൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ചാരം വ്യാപിച്ചത് 3 കിലോമീറ്ററോളം. 24 മണിക്കൂറിനിടെ മേഖലയിലുണ്ടായത് 7 അഗ്നിപർവ്വത ഭൂകമ്പങ്ങൾ. കാനറി ദ്വീപുകളിൽ നിന്ന് കുട്ടികളെ ഫ്രാൻസിലേക്ക് കടത്തുന്നതായി വിവരം. ലാൻസലോട്ട്, മാഡ്രിഡ് മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ 11 പേർ അറസ്റ്റിൽ. വ്യാജരേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ദ്വീപുകളിൽ നിന്ന് കാണാതായത് 14 കുട്ടികളെ. നൈജീരിയയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം തദ്ദേശീയ ഭാഷയിലായിരിക്കണമെന്ന നയം റദ്ദാക്കി സർക്കാർ. പ്രീ പ്രൈമറി മുതൽ സർവകലാശാല വരെ ഇനി ഇംഗ്ലീഷിൽ പഠിപ്പിക്കാം. നിർദ്ദേശം മുന്നോട്ട് വച്ചത് 3 വർഷം മുൻപെന്ന വിദ്യാഭ്യാസ മന്ത്രി തുഞ്ചി അലൗസ. ആഫ്രിക്കയെ ബാധിച്ചിരിക്കുന്നത് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം കോളറ എന്ന റിപ്പോർട്ട്. ഇതുവരെ സ്ഥിരീകരിച്ചത് 3 ലക്ഷം കേസുകൾ. ജീവൻ നഷ്ടമായത് 7000-ലധികം പേർക്ക്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ ഞെട്ടിച്ച അയർലൻഡ്. റോണോയ്ക്ക് അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ ചുവപ്പ് കാർഡ്. വമ്പൻ ജയത്തോടെ ടിക്കറ്റ് ഉറപ്പിച്ച് ഫ്രാൻസ്. ഹാലൻഡിന്റെ കരുത്തിൽ നോർവേ യോഗ്യതയ്ക്കരികെ. ഇറ്റലിക്കും ഇംഗ്ലണ്ടിനും ജയം. കൊൽക്കത്ത ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞു വീഴ്ത്താൻ ഇന്ത്യ. ജസ്പ്രീത് ബുംറയ്ക്ക് 3 വിക്കറ്റ്. 4 സ്പിന്നർമാർ ഇന്ത്യൻ ടീമിൽ. ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 130 പിന്നിട്ടു.